ഹലോ ഗൈസ്, വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണ്, ഈ കൈവിട്ട് സൈക്കിൾ ഓടിക്കലാണ്. അറിയാത്തവർക്ക് കാണിച്ചു കൊടുക്കാനാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞങ്ങൾ സൈക്കിൾ ഓടിച്ചുകൊണ്ട് വരും. ആദ്യം അബി ചവിട്ടി കാണിച്ചു തരും. അടുത്തത് ഞാൻ ചെയ്ത് കാണിച്ചു തരാം, സ്റ്റെപ്സും പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഇത് എങ്ങനെയാണ് ഇതിൻ്റെ കൈവിട്ട് ഓടിക്കണേന്ന്. ആദ്യം നമ്മൾ ഒറ്റ കൈവിട്ട് ഓടിക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒറ്റ വിരലിൽ ഓടിക്കാൻ പറ്റുവാണെങ്കിൽ, ഇല്ലെങ്കിൽ നമ്മൾ ഒറ്റ കൈവിട്ട് ബാലൻസ് ആക്കുക. അത് കഴിഞ്ഞിട്ട് ഒറ്റ വിരൽ നോക്കുക. അത് കഴിഞ്ഞിട്ട് പതുക്കെ ഒന്ന് ഇങ്ങനെ എടുത്ത് വെച്ച് നോക്കുക. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് ഇങ്ങനെ, അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ബാലൻസ് കിട്ടി കഴിയുവാണെങ്കിൽ എന്താണ് ഈ ഒറ്റ വിരലിൽ ചെയ്യുക. ഒറ്റ വിരലിൽ ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ എടുത്ത് ഇങ്ങനെ പിടിച്ച് ഓടിക്കുക. ഇങ്ങനെ ആയിപ്പോവാണെങ്കിൽ കുറച്ച് നേരം ഇങ്ങനെ ഓടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നല്ല സ്പീഡിൽ ഒന്ന് രണ്ട് കൈ വിട്ട് ഓടിക്കുക. അപ്പം മനസ്സിലാവും. പിന്നെ നമുക്ക് പതിയായിട്ട് ഓടിക്കാം. ഇതൊക്കെയാണ് നമ്മുടെ അപ്പോൾ സൈക്കിൾ കളക്ഷൻ. എൻ്റെ ചെറുതുണ്ടായിരുന്നു, അതൊക്കെ എന്താണ് ആഫ്രിക്കാർക്ക് കൊടുത്തു. പിന്നെ എൻ്റെ ഇതേപോലെ തന്നെ വേറെ ഒരെണ്ണം ഉണ്ടായിരുന്നു, അത് ഞാൻ ഒരാൾക്ക് കൊടുത്തു. പിന്നെ ഇത് നമ്മുടെ ഇലക്ട്രിക് സൈക്കിളാണ്. ഇത് ഞെക്കി പിടിക്കുമ്പോൾ ഓണാകും. എന്നിട്ട് ഇതിങ്ങനെ ആക്കുമ്പോൾ ഇതിപ്പോൾ 10 പോവുള്ളൂ. ചാർജ് ഇതാക്കും. ഇതിനകത്ത് 5 ചാർജിങ് പോയിൻ്റ് കാണിക്കും, ഓരോരോ കട്ട പോലെ. എന്നിട്ട് ഇതിപ്പോൾ 15 പോവും. പിന്നെ ഇത് 25 പോവും. മൊത്തത്തിൽ 25ആണുള്ളത്. ഇതിൻ്റെ ഫ്രണ്ട് ടയറാണ് കറങ്ങണത്. പിന്നെ ഇങ്ങനെയാണ് ഇതിൻ്റെ ബെല്ല്. ബ്രേക്ക് ഒരു സൈഡ് മാത്രമേ ഉള്ളൂ. പിന്നെ അടുത്ത് നമ്മുടെ BMW. ഇതിൻ്റെ നല്ലോണം സൂക്ഷിക്കണം. ഇതാണ് നമ്മുടെ ഇലക്ട്രിക് ബെല്ല്. ഇത് പല സൗണ്ട്സ് ഉണ്ട്, ഞെക്കി പിടിക്കുമ്പോൾ പലതായി വരും. ഇനിയും കുറേ ഉണ്ട്, ഞാനിപ്പോൾ കാണിക്കുന്നില്ല, നല്ല സൗണ്ട് ആയതാണ്. ഇത് BMW സൈക്കിളിന് കിട്ടണമല്ലോ. അല്ലല്ല, ഇത് നമ്മൾ മേടിച്ചതാണ്. എൻ്റെ അച്ഛൻ ഖത്തറിൽ നിന്ന് കൊണ്ടുവന്ന. ഇതും പിന്നെ ഈ ഇലക്ട്രിക്കും എൻ്റെ അച്ഛൻ ഖത്തറിൽ നിന്ന് കൊണ്ടുവന്ന. ഇത് ഗിയർ എന്ന് പറഞ്ഞാൽ ചുമ്മാ എല്ലാ ഗിയർ സൈക്കിളും ചുമ്മാ ഇട്ട് ഇങ്ങനെ ഗിയർ ആക്കി കളിക്കരുത്. എൻ്റെ ഗിയർ സിസ്റ്റം നശിച്ചു. പിന്നെ മാക്സിമം ഇതേപോലത്തെ എന്താണ് ഡിസ്ക് ബ്രേക്കും കൊണ്ട് ഡ്രിഫ്റ്റ് അടിക്കാണ്ടിരിക്കുക. പിന്നെ ഇതുപോലെ കെട്ടി വെച്ചാൽ ഇതിങ്ങനെ എൻ്റെ കെട്ടി വെക്കണതിന് മുമ്പാണ് ഇതിങ്ങനെ 4 പോലെ വന്നിരിക്കും. പിന്നെ കാലയിലും കുത്തും. ഇതാണ് അപ്പോൾ ഇത് വേറെ എൻ്റെ ചെറുത്. ഇതിനകത്താണ് ഞാൻ കൂടുതൽ സ്റ്റൺസ് ചെയ്യാറ്. പിന്നെ കൈവിട്ട് ഓടിക്കൽ മാത്രം ഞാൻ ഇതിനകത്താണ് കൂടുതലും ചെയ്യാറ്. പിന്നെ ഇതിനകത്ത് ഞാൻ ഫ്രണ്ട് വീലൊക്കെ പൊക്കും. ഇതിനകത്ത് ഒരു വീഡിയോ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നത്. പിന്നെ ബ്രേക്കൊക്കെ ഒരു രക്ഷയില്ല. ഇതല്ല ബാക്ക് ബ്രേക്ക്, ഇത് ഫ്രണ്ട് ബ്രേക്ക്. അച്ചാച്ചെടുത്ത ഇത് എൻ്റെ വേറൊരു കളറുണ്ടായിരുന്നു എൻ്റെ കയ്യിൽ, ഓറഞ്ച്. അതാണ് ഞാൻ കൊടുത്തത്. അതാണ് ഞാൻ വലുതായിട്ട് ആദ്യമായിട്ട് മേടിച്ചത്. അതിന് മുമ്പുള്ള ചെറുതൊക്കെ ഇപ്പം ഒരുമിച്ചൊക്കെ പോയിട്ടുണ്ട്. ഇത്രയാണ് നമ്മുടെ സൈക്കിൾ കളക്ഷൻ. അപ്പം ഞാൻ ഇലക്ട്രിക് സൈക്കിൾ എങ്ങനെയാണ് ഓടിക്കണേന്ന് കാണിച്ചു തരാം. ആദ്യം ഇതിൻ്റെ സ്റ്റാൻഡ് എടുക്കുക. എന്നിട്ട് ഈ ബട്ടണിലെ ഞെക്കി ഒരു 5 സെക്കൻഡ് വേണ്ട, ഒരു 3 സെക്കൻഡ് ഞെക്കി പിടിച്ചാൽ മതി. എന്നിട്ട് നമുക്കിപ്പോൾ സ്പീഡ് അധികം വേണ്ട. ഞങ്ങളുടെ ഇവിടെ ഓടിക്കാൻ പാടാ. ഞങ്ങൾ അവിടെ ആയിരുന്നു ഓടിച്ചുകൊണ്ടിരുന്നത്. അവിടെ ആണെങ്കിൽ 25 ഫുള്ളോ, ഇവിടെ ആണെങ്കിൽ മതിലെ പോയിരിക്കും. അത് കാരണം നമുക്കിപ്പോൾ ആദ്യമായിട്ട് ഓടിക്കാൻ ഉള്ളത് കാരണം നമ്മൾ 2 ഡബിൾ ക്ലിക്ക് ഒറ്റയടിക്ക് നിൽക്കുമ്പോൾ എക്കോ മോഡ് വരും. പിന്നെ വേറൊരു സാധനമുണ്ട്, ഇത് കണ്ടോ, ഇവിടെ ഒരു പ്രാവശ്യം നിൽക്കുമ്പോൾ ലൈറ്റ് കളിയും. പിന്നെ പുറകിൽ ബ്രേക്ക് പിടിക്കുമ്പോൾ ലൈറ്റ് കത്തും. അപ്പോൾ ഫ്രണ്ടിലത്തെയും ബ്രേക്ക് ആയിക്കോളും ഓട്ടോമാറ്റിക്. ഇത് എക്കോ മോഡ് ഇട്ടിട്ട് പതുക്കെ ആദ്യം നമുക്ക് ഈ സാധനം കിട്ടുമ്പോൾ ഒന്ന് തള്ളിയാലേ ഓടുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതാക്കും. ഞാൻ അപ്പോൾ ഓടിച്ച് കാണിച്ചു തരാം. ആദ്യം നമ്മൾ ഇങ്ങനെ മാറ്റിയിട്ട് പതുക്കെ പോവുക. അത് കഴിഞ്ഞിട്ട് കാല് വെച്ച് വളർത്തുക.
നമുക്ക് റോട്ടിൽ നിന്ന് ഓടിച്ചു കളിക്കാം. സ്റ്റോപ്പ് ആക്കിട്ടോ. ഇത് അപ്പം ഇത് ഒരു കട്ടേ ഉള്ളൂ, അത് കാരണമാണ് ഇത്ര സ്പീഡിൽ പോകണത്. ഇല്ലെങ്കിൽ നല്ല സ്പീഡിൽ പോകണ്ട. പിന്നെ ഇതിന് സ്പീഡ് കൂടുതലുണ്ട്. കൂടുതലുണ്ട്, പക്ഷെ കുറവെന്നല്ല ഞാൻ പറയുന്നത്. 25 തന്നെ പോകും, പക്ഷെ എന്നാലും ഒരു ഇത് കിട്ടത്തില്ല. സ്പീഡ് കുറച്ചും കൂടി പവർ കിട്ടില്ല. ഞാൻ എത്ര ശരിയാക്കി കൊടുത്താലും ഓടിക്കത്തില്ല, പക്ഷെ നല്ല സ്പീഡാണ്. പിന്നെ ഇതിൻ്റെ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ ഓടിച്ചില്ലെങ്കിൽ ഒട്ടും ഇത് കിട്ടത്തില്ല. ഈ ഹാൻഡിലിനൊക്കെ പടയ്ക്ക്. അപ്പം ഇത് ഓഫ് റോഡ് ചെയ്യാൻ ചുറ്റു സാധനം കേട്ടോ. ഞാൻ ഓടിച്ച് കാണിച്ചു കൊടുക്കാം, ജസ്റ്റ് ഓടിക്കണേ ഉള്ളൂ. ഞാനിപ്പോൾ ഓടിച്ചിട്ടില്ല, എനിക്ക് പടം. ഞാൻ അവിടെ നിന്ന് വരാം, നീ അവിടെ നിന്ന്. ഞാൻ അവിടെ നിന്ന് വരാം. ഇത് ഓടിച്ചുകൊണ്ടല്ലോ, ഞാൻ കുഞ്ഞു സൈക്കിൾ കൈവിട്ട് ഓടിക്കണം കണ്ടത് കാരണം നീ ഓടിച്ചു കാണിക്കുന്നില്ല. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.